ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്ര നേരത്തെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? നേരത്തെയോ? മണി 9 കഴിഞ്ഞു. 9 കഴിഞ്ഞോ? ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഓക്കെ, വൈകുന്നേരം കാണാം. വൈകുന്നേരം കാണാം. ബൈ. സൂക്ഷിച്ചു പോണേ. പപ്പൻ 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 പൂരത്തിന് അതിരില്ലേ? പപ്പൻ തുമ്മിയാലും ചിരിച്ചാലും ന്യൂസാണ് ഇവർക്ക്. പണ്ട് ഇതേ പത്രം ഇതേ കോളത്തിൽ ഉമേഷിനെ കുറിച്ച് എഴുതിയിരുന്നല്ലേ? ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതിക്കോട്ടെ, അതെന്നെ തരണ്ടാഴ്ചിട്ട് വേണോ? ഇത്രയും സ്മാർട്ടായിട്ട് സിംഗറെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത്രേ സ്റ്റേജിൽ കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നതാണ് മെടുക്ക്. ഉമേഷ്, നീ നല്ല മൂഡിലല്ല എഴുന്നേറ്റത്. പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കമോൺ ഉമേഷ്. പപ്പം വന്നപ്പോ നമ്മുടെ ടീം അല്പം ക്ഷീണിച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. കുറെ കാലം സ്റ്റേജ് ഭരിച്ച ഒരാൾക്ക് ഹോട്ടലിൽ സ്ഥിരം പാട്ടുകാരനാകുന്നതിനേക്കാൾ നല്ലത് വെറുതെ ഇരിക്കുന്നതാണ്. പപ്പന്റെ പെട്ടെന്നുള്ള വരവാണ് നമ്മളെ ശരിക്കും ബാധിച്ചത്. പറഞ്ഞത് ഓർമ്മയാണോ? 8 മണിക്കാണ് മുഹൂർത്തം. വീഡിയോക്കാർക്ക് വേണ്ടി മുഹൂർത്തം മാറ്റി വെക്കാനാവില്ല. ഓക്കെ, ഞങ്ങൾ വരാം സർ. ഹായ് പപ്പൻ. ഹായ്. ഹലോ. ശരീന, ഇത് ഞാനാ. എന്താ ഈ പാതിരേക്ക്? എന്താ വിളിച്ചൂടെ? അല്ല, ഈ സമയത്ത് ഫോൺ വിളി പതിവില്ലാത്തോണ്ട് ചോദിച്ചാ. എന്താ വിളിച്ചേ? വെറുതെ. കളിക്കാതെ കാര്യം പറ. നീ ഉറങ്ങാൻ തുടങ്ങിയോ? പിന്നെ നേരെ എത്രയെന്നറിയാവോ? എന്തിനാ വിളിച്ചെന്ന് പറയൂ. വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. എങ്കിൽ ഞാൻ വിളി കേൾക്കുകയും ചെയ്തു. ഗുഡ് നൈറ്റ്. ശരീന, ഒരു മിനിറ്റ്. വെക്കലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഈ പാതിരാക്കി ഇത്ര കാര്യമായിട്ട് പറയാൻ? എനിക്ക് തനിച്ചിരുന്നിട്ട് എന്തൊക്കെയോ തോന്നുന്നു. ഒരാഴ്ച കൂടി ആ തോന്നൽ എങ്ങനെ കൊണ്ടു നടന്നേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഒന്നും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങിയാ മതി. ഗുഡ് നൈറ്റ്. ഹലോ. ശരീന, ഗുഡ് നൈറ്റ്. ഹലോ. ശരീന, പപ്പൻ തന്നെയാ. എന്താ ഇത്? ഇപ്പോഴാണോ തമാശ കളിക്കുന്നത്? ഞാൻ ഉറങ്ങി വരികയായിരുന്നു. അങ്കിൾ ഉറങ്ങിയോ? ഉറങ്ങിക്കാണും. വിളിക്കണോ? വേണ്ട. ഞാൻ അങ്ങോട്ട് വരിക. എനിക്കെന്തോ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നു. എന്ത് സ്വപ്നം കണ്ടാലും ഈ പാതിരേക്ക് എന്റെ പപ്പൻ ഇങ്ങോട്ട് വരണ്ട. ശരീന, ഞാൻ പറയുന്നത് കേക്ക്. പപ്പൻ ഇപ്പൊ വന്നാലും ഞാൻ വാതിലൂർന്ന് വരില്ല. പുറത്ത് നിൽക്കേണ്ടി വരും വെളുക്കുന്നത് വരെ. ഞാൻ തമാശ പറയുന്നല്ല. എനിക്കെന്തോ വല്ലാത്ത പോലെ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. പ്രേമം മൂത്തുള്ള വട്ടാണ് പപ്പന്. നോക്ക്, വലിയ ഡിമാൻഡ് ഒന്നും കാണിക്കണ്ട. വേണ്ടി വന്ന കല്യാണ ദിവസം വരെയും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയും. സത്യം? 100 വട്ടം സത്യം. അല്ല, വഴിയിൽ വെച്ചിനെ കാണുന്ന പോലെ കണ്ടാലോ? വഴിയിൽ വെച്ച് പോലും കാണില്ല. ബെറ്റ്. കല്യാണം വരെയുള്ള ഒരാഴ്ച പപ്പൻ പിന്നെ എവിടെ കഴിയും? അതെന്തിനാ നീ അറിയുന്നേ? അജ്ഞാതവാസത്തിലാവുമെന്ന് കരുതിക്കോ. പക്ഷെ കല്യാണ പന്തലിൽ മുഹൂർത്ത സമയത്ത് പപ്പനെത്തും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടാൽ എന്റെ പേര് പപ്പനെന്നല്ല. ഓക്കെ?
അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് ചെല്ലാം. ഈ പപ്പൻ ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ്. ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദുർവിധിയുടെ അവസാനത്തെ കല്യാണം ഇവൻ. അതെ, പക്ഷേ ആയുസവൻ 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ, സാരമില്ല. എന്ത് സാരമില്ല. എടാ പപ്പ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, പോട്ടാ. എങ്ങോട്ട് പോട്ടെന്ന്? എന്റെ 7 ദിവസം എനിക്ക് നിസ്സാരമല്ല. എനിക്ക് ജീവിക്കണം. 7 നീ ചുമ്മാ കിടന്ന് ബഹളം വെക്കാതെ എന്റെ പപ്പ. ഞാൻ ബഹളം വെക്കും. ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഭൂമിയിൽ ജീവിക്കണം. 7 ദിവസം പപ്പനായിട്ട് ജീവിക്കണം. എനിക്കെന്റെ സെറീനെ കാണണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. പപ്പ, നിനക്ക് 7 ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്കതൊന്നും അറിയണ്ട. എന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ മതി. നീ പറയുന്നതൊക്കെ നിനക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതിലുണ്ടൊരു പ്രശ്നം. നിങ്ങൾ വരെ തുടർന്ന് പിടിക്കുന്ന പ്രശ്നം കുഴപ്പമുണ്ടാക്കരുത്. അല്ല പ്രഭു, ആയുസത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ്. തന്നെയുമല്ല, ഇവനിവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായും ശല്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ ശല്യം ചെയ്യും. അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം. പോണം. അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എടാ കൊച്ചിനെ, നിന്റെ ശരീരം നശിച്ചുപോയി. നീ ആത്മാവ് മാത്രമാ. അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ടൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് പോയേ പറ്റൂ. എടാ പപ്പ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ നീ ഭൂമിയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നുന്നു. എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ? സെറീന, സെറീന, ഇത് ഞാനാണ് സെറീന, പപ്പൻ. സെറീന, 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 നിക്ക് സെറീന, സെറീന, സെറീന. ഞാൻ റെഡി. ഇന്ന് ഞാൻ റെഡി അല്ലേ? എത്ര നേരം ഇവിടെ കളിക്കുന്നു? ഡാഡിക്കില്ലേ നിർബന്ധം ഞാനും കൂടെ വേണമെന്ന്? ഇനി തക്കിക്കാനൊന്നും നേരമില്ല. ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, ലെറ്റ്സ് ഗോ. പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. വേണ്ട ഡാഡി, പപ്പനെ ഇപ്പൊ കാണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു വാശിയില്ല. നിങ്ങളുടെ ഒരു പിണക്കൊക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരുന്നു. വേണ്ട ഡാഡി, എന്നെ ഇനി കല്യാണപ്പന്തലിനെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. അത് നമുക്ക് ആലോചിക്കാം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നൊന്ന് ചിരിക്കുന്നോ? ചിരിക്കാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ,
ഈ ഭൂമുഖത്ത് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ വെറും ആത്മാവ് മാത്രമാ. ശരീരമില്ലാത്തത്തോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിൽ എനിക്കൊരു ശരീരം തരണം. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊരു ശരീരം വേണം. ആരും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അവസ്ഥത്തിന് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഈ ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നിന്റെ ആയുഷുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വല്യമംഗലത്ത് പപ്പനാവൻ എന്ന പപ്പൻ. അമ്മാവോ, അമ്മാവോ, അമ്മാവോ. എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. അമ്മാവന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് മാറിക്കുക, ഒന്ന് മാറിക്കുക. ഒന്ന് ഞൊന്നേ, വലിയ ശനി വന്നേ, ഒന്ന് മാറിയേ. എല്ലാവരും ഒന്ന് പുറത്ത് കിടന്ന് നിൽക്കുക. നമ്മളൊക്കെ ഒന്ന് സഹകരിക്കുക. അതെ, അതിന് ശരി. അതെ, എടീ നീ ഞൊന്നേ. എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവന് ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല, ഞാനും അമ്മണി 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ നിന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? എരപ്പ അവിടെ നിന്ന് വാഴം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരിഞ്ഞാ മനുഷ്യനെ സൂപ്പിക്കുന്നത്. എനിക്ക് പോടാ അവിടെ നിന്ന്. ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയൂ. അത് വല്ലാതെ കുരയ്ക്കുന്നില്ല. കുറച്ചോട്ടാന് നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. നീ ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. ഇതൊന്നേ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ, എന്റെ അമ്മാവൻ ചത്തേ. ഞാൻ ആദ്യം പോട്ടെ. എന്റെ അമ്മാവനാ. ഇതാരാ? ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനെയാണെന്ന് ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആളിത് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ. ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നീ അകത്തേക്ക് അല്ലേ? ഇവന്റെ ശരീരമാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ, പേടിക്കാനൊന്നുമില്ലടാ. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല്.